ഇല്ലില്ല ഞാൻ കേൾക്കൂല, എല്ലാരും എടുക്കും. ഇപ്പൊ ഒന്നും സംസാരിക്കാം അവിടെ നിന്നിട്ട്. ഫോട്ടോ ഓക്കെ അല്ലേ? ഇതെന്താണ് ആവാത്ത? ഓക്കെ, താങ്ക് യു. കുറച്ചുകൂടി നേരത്തെ വേണ്ടി. കൊറേ ആൾക്കാർ പോയി. ഇനിയിപ്പോ ഒന്ന് ലൈവ് കണ്ടാ മതി. നമ്മളെ ലൈവ് ഇട്ടിരിക്കുന്നു ഞാൻ. എന്നിട്ട് അക്ബർ എന്ത് പറഞ്ഞ സുഖല്ലേ? അപ്പൊ നമ്മളെ പെരുന്നാൾ ചുമക്കാണ്ട് അവസാനിച്ചു. ഇനിയിപ്പോ ഭക്ഷണം കഴിക്കാൻ പോണം. അത് കഴിഞ്ഞൊരു 4 പെരുന്നാൾ ഇനി ഉണ്ടാവുമല്ലോ അല്ലേ? സെമീറിന് വീട് അറിയില്ല എന്നാ പറയുന്നത്. സ്വന്തം വീട് മറന്നു പോയിട്ടാണ് ചെക്കൻ പറയുന്നത്. ചെയ്യാൻ മോശമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, അപ്പൊ അക്ബറാണ് ഇനിയിപ്പോ സെമീറിനെ വീട്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അക്ബർ ഒന്ന് വിളിച്ച് പറയണ്ടോ ലാസ്റ്റ്? ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. ജോലില്ലാന്ന് പറഞ്ഞ എപ്പോഴേക്കപ്പോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിപ്പോ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിപ്പോ എല്ലാ വീട്ടിലും പോവാൻ നിൽക്കണം. അപ്പോൾ ഫസ്റ്റ് വീട്ടിൽ ഇവിടെ കയറി. ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ആൾ കുറവാണ് ഇവിടെ. അപ്പം ഇനിയിപ്പോൾ അടുത്ത വീട്ടിലേക്കാണ് പോകുന്നത്. പെങ്ങളെ മോപ്പണ്ട് പുറത്തിറങ്ങും. അസർബേ അസർബേ ക്യാ ബാത്ത് ഹൈ, ഇതരാവോ? അങ്ങോട്ട് വാ. വിട്ടിന്റെ വീടല്ലേ ആടാ? അത് നമ്മളെ പെങ്ങളെ മോനാണ്. അപ്പോൾ നമ്മളിപ്പോൾ പെങ്ങളാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് തുടക്കം. ഓക്കെ, അപ്പം ഇനി അടുത്ത വീട്ടിലേക്ക് യാത്രയാണ്. ഓക്കെ, താങ്ക് യു. ഇത് നമ്മളെ ജ്യേഷ്ഠനാണ്, മൂത്ത ജ്യേഷ്ഠന്. അതിൻ്റെ വേറെ കുട്ടികളാണ് 2 പേര്. ഓക്കെ, ഷഫീഖിൻ്റെ കുട്ടികളാണ്. അപ്പം എന്നാ പോവല്ലേ? ഓക്കെ, ഇല്ല ഞാൻ നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഈ അരിയിരപ്പം അവിടുന്ന് കിട്ടി. അപ്പോൾ അരിയിരപ്പം ഒരു 3 എടുത്ത് കയ്യിലാക്കിക്കണേ. ഇനിയിപ്പോൾ അടുത്ത വീട്ടിൽ എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ അടുത്ത വീട്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഈദ് മുബാറക്. ഷർട്ടൊന്നും വേണമെന്നില്ല. ലൈവല്ല അതാ. ഈദ് മുബാറക്. ഓക്കെ ഈദ് മുബാറക്. നഗരൻ അടിപൊളിയല്ലേ സാറല്ലേ? നമ്മളെ വീഡിയോ ഒക്കെ വിട്ടിരുന്നിട്ടാ. കണ്ട ഈ ബാബുവിന്റെ വീഡിയോ ഭയങ്കര വൈറലായിക്കണ്. ബാബു ചോറുന്നെ എവിടെ വായോ? നേറില്ല, എല്ലാ വീട്ടിലും എത്തണം. ഞാൻ ഇടയ്ക്കൊക്കെ നിർത്താൻ പാടില്ല. ഈദ് മുബാറക്. ഇത് നമ്മളെ പ്രസാദാണ്. നമ്മളിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നാണ്. എക്സി ഗൾഫാണ്. പിന്നെ ഇവിടെ 6 മാസം കൂടെ വരും, 2 മാസം നിൽക്കും. അവിടെ വലിയ പണിയാ തോന്നുന്നത്, മുതലാളിയാ തോന്നുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഫോളോ ചെയ്യണം, മറക്കരുത്. ലൈക്ക് കമൻ്റൊക്കെ ചെയ്യണ്ടെന്ന് അറിയാം. എന്നാലും ഒന്നും കൂടി. ഓക്കെ രത്നാകരൻ. ഓക്കെ ഏടാ? ഓക്കെ, താങ്ക് യു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ പോയിട്ടിരിക്കുകയാണ്. അടുത്ത വീട്ടിലേക്ക് പോയിട്ടിരിക്കുകയാണ്. ഷാജി. അപ്പോൾ ഇവിടെ പോയിട്ടിരിക്കുമ്പോഴാണ് നമ്മളെ സുഹൃത്താണ് മൂപ്പരിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, സുഖല്ലേ? അപ്പോൾ നമ്മുടെ ചാനലൊക്കെ കാണില്ലേ? മറക്കരുതിട്ടാ, ഇത് ഫോളോ ചെയ്യണം. അപ്പോൾ മുസ്തഫ പന്നാനിയാണ്. അപ്പോൾ നമ്മളെ ചാനലിൻ്റെ ഇത്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കാണ്, യൂട്യൂബാണ്. ഓൾവേസ് മുത്ത് ബ്ലോഗ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ സാബ്.
चैनल देखने का ईद मुबारक दोनों आदमी को हैप्पी ईद ओके थैंक यू കഴിഞ്ഞ പണി കഴിഞ്ഞാ അല്ല വേണം പാവാണ് ഓന് കുട്ടി താമസിച്ച് ഈ ഓനുകൊണ്ട് കയറിക്കോട്ടെ ആ ഒരു രസമാണ് കുടിയിൽ തന്നെ എപ്പോഴും നല്ല ആളൊക്കെ പണ്ട് കാലത്ത് നടക്കും ഇപ്പം നടക്കൂല സുഹൃത്തുക്കളെ വടക്കോർത്ത് കൂടെയാണ് നമ്മൾ കയറിയിരിക്കുന്നത് കേട്ടാ നമ്മളെ പെങ്ങളെ വീട്ടിലേക്ക് വടക്കോർത്ത് കൂടെയാണ് കയറിയിരിക്കുന്നത് എവിടെ പഴം തിന്നെ തുടങ്ങിയിരിക്കണത് ഞാലിപ്പൂവൻ എന്നൊന്നും പെടൂല എന്നൊന്നും പെടുത്ത പ്രശ്നമാണ് എന്നെ പെടുത്തണ്ട ഞാലിപ്പൂവനാണ് 1 2 3 പഴമല്ലേ 3 പഴം ഇട്ടൂടെ അപ്പോൾ സുഹൃത്തുക്കളെ മൂന്ന് പഴമാണ് ഞാൻ ഇവിടുന്ന് എടുക്കാൻ പോകുന്നത് കുഴപ്പമില്ല അപ്പോൾ നല്ല പഴമാണ് സന്തോഷമായി അപ്പോൾ നമുക്ക് സന്തോഷമായി എന്തേ നമ്മൾക്ക് ഇവൾക്കുണ്ടാ കോഴി ഇങ്ങനെ വരിഞ്ഞ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ കോഴി വരിച്ചത് ഇനിയിപ്പോൾ വീട്ടിലുണ്ടാകുമെന്ന് പോയി നോക്കണം ഓക്കെ ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ജ്യേഷ്ഠൻ്റെ വീട് ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് പുതിയൊരു വീട് ഇപ്പോൾ താമസാക്കിയതാണ് അയൽവാസിയാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മളെ മേശൊക്കെ കാലിയാണ് ഇപ്പോൾ സാധനങ്ങളൊക്കെ എത്താൻ പോവാണ് ഞങ്ങളിവിടെ വെയിറ്റിങ്ങിലാണ് ചായ കുടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് ഏട്ടനും അനിയനും നല്ല സന്തോഷമായിട്ട് ഇരിക്കുകയാണ് എന്തെങ്കിലും കിട്ടും വെച്ചിരിക്കുകയാണ് ഇപ്പം കിട്ടും അതും പേരക്കുട്ടിനായിട്ട് ഒരാൾ എത്തിക്കണേ പേരക്കുട്ടിക്ക് 2 കിട്ടി അതും കൂടി എന്താ ചെയ്യാ പഠിച്ചോരെ ഇതാ എനിക്കിപ്പോൾ തൽക്കാലം 2 വീട്ടിൽ കയറി 3 കാരോലപ്പം അല്ലേ ഇത് കാരോലപ്പം അല്ല ഞാനും 3 തട്ടിയല്ലോ ഇത് അരീരപ്പാണ് മക്കളെ അരീരപ്പം അതാണ് അരീരപ്പം പിന്നെ 3 പിന്നെ ഞാലിപ്പൂവന് ക്ലാസ്സൊക്കെ നിർത്തിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇപ്പോൾ ഏതാനും നിമിഷങ്ങളിൽ ചായ ഇവിടെ എത്തുന്നതാണ് കടി എന്താന്ന് നോക്കാം ഓക്കെ താങ്ക് യു പായസം എൻ്റെ വീട്ടിലത്തെ ഉണ്ണിയപ്പാണ് 3 ഗ്ലാസ് ഉണ്ട് ചായ കൊടുക്കും ഉണ്ണിയപ്പം ഞാൻ 3 അച്ചപ്പം കൂടി തിരിച്ചെത്തിയിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ 2 അച്ചപ്പം 2 ഉണ്ണിയപ്പം എടുക്കുക ഞാൻ ഏതായാലും ഇപ്പോൾ വീട്ടിൽ പോയിട്ട് തിന്നാച്ചിട്ടാണ് അപ്പോൾ ആയിക്കോട്ടെ ഇവിടെ സൈലൻ്റ് അല്ലേ അന്നൊന്നും കാണിക്കണ്ട കേട്ടോ പ്രശ്നമാണ് അന്നെ സുഹൈല് ഓടിക്കും അപ്പോൾ ചായ ചായ പാലില്ലാത്തതുകൊണ്ട് വെള്ളം മാത്രമേ ഉള്ളൂ ചായ ഭയങ്കര തരികിടയിലാണ് ഇത്താത്ത ഇട്ടിരിക്കുന്നത് ഇത്താത്ത ഇത്താത്ത ക്യാമറയുടെ മുന്നിൽ വരുന്നില്ല ഇത്താത്തക്ക് ഭയങ്കര നാണം അപ്പം ഞാൻ ചായ കുടിക്കാൻ പോകട്ടെ സുഹൃത്തുക്കളെ ഓക്കെ താങ്ക് യു 2ാമത്തെ ചായയാണ് കടിയൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും എന്നിട്ട് ഒരാഴ്ച വെച്ചിട്ട് ഞാൻ തന്നെ തിന്നും അതാണ് ഇപ്പോൾ കഴിഞ്ഞ നോമ്പെരുന്നാൾക്ക് നടന്നത് അതേമാതിരിയാണ് പിന്നെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് ഷെയറും ചെയ്യണം മറക്കരുത് ഓക്കെ അപ്പോൾ ചായ ഒന്ന് കുടിക്കാം ഏലക്കായിട്ട ചായയാണ് അടിപൊളി കേട്ടാ ഓക്കെ താങ്ക് യു നല്ല ചായ കുടിയിലാണ് ഈ ബഹര 2ാമത്തെ സ്ഥലത്താണ് ഇവിടെ ചായ കുടിക്കുന്നത് ഇനി 8 സ്ഥലത്ത് നിങ്ങൾക്ക് കുടിക്കാല്ലേ ഇതൊക്കെ ഇപ്പോൾ എങ്ങനെ നിങ്ങൾ എത്താണ്ട് എന്താ തിരക്കടില്ല നിങ്ങൾ കുഴപ്പമില്ല ലഘുഭക്ഷണമാണെന്നാണ് പറയുന്നത് ഇനി നല്ല ടൈറ്റുള്ള ഭക്ഷണം വേറെ കിട്ടും അല്ല നിങ്ങളവിടെയൊക്കെ എന്താണ് കേക്കാണോ അല്ലെങ്കിൽ ലഡു ആണോ ജിലേബിയാണ് പൊളിച്ച് ഒരു 3 ജിലേബി എടുക്കുക 3 ആളുണ്ട് ഞങ്ങൾ ഇതൊക്കെ നമ്മളെ കുട്ടികളൊക്കെയാണ് അപ്പോൾ സുഹൃത്തുക്കളെ അടുത്ത സന്ദർശനത്തിലേക്ക് ഞങ്ങൾ പുറപ്പെടാണ് ഓക്കെ വീട് ലക്ഷ്യമാക്കി പോവാണ് ഇത് പെങ്ങളെ മോൻ്റെ വീടാണ് ഇനി ഇവിടെ എന്താന്നുള്ള അറിയില്ല കേട്ടാ എൻ്റെ കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ മറന്നിക്കണ് കൂളിംഗ് ഗ്ലാസ് എടുക്കണം എന്തായാലും കാല് നല്ല ചൂടാകുമ്പോൾ നല്ല വെയിലുണ്ട്
രാവിലെ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അകത്ത് കയറി ഇവിടെ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. എന്താണ് വിശേഷങ്ങളൊക്കെ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പായസമാണെന്ന് ഇവിടെ ഇട്ടാ. ഇവിടെ ഇപ്പോൾ ഒന്നും കൊണ്ടുപോകാനൊന്നും പറ്റൂല. പായസം കവറിൽ വയ്ക്കാൻ പറ്റിയത് വയ്ക്കുക, അല്ലാതെ ഇതൊരു വല്ലാത്ത ചതിയായി പോയി. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ പണ്ടൊക്കെ നമ്മൾ പിന്നെ പൂരപ്പറമ്പിൽ നിന്ന് ചെറിയ കാറായിട്ട് കളിക്കലായിരുന്നു. അതും കിട്ടണമെങ്കിൽ വലിയ പാടാണ്. ഇപ്പോൾ അത് വലിയ കാറാട്ടാ. ഇത് ബാറ്ററിക്ക് ഓടുന്ന കാറാണ്. ഇങ്ങനെയൊക്കെ കളിക്കാത്തവരാരേലും ഉണ്ടാ? എല്ലാ പ്രായത്തിൽക്കാരും ഇങ്ങനെ കളിച്ചിട്ടുണ്ടാവില്ലേ കുട്ടികളെ മാതിരി? അതാണ് പറഞ്ഞത്. വിശ്രമമാണ് എല്ലാവരും. അപ്പോൾ അടുത്ത വീട്ടിലേക്ക് പോവാണ്. ഓർക്ക് വീട്ടിലേക്ക് എത്തണം, അതാണ് മെയിൻ, വേറെ ഒന്നുമല്ല. അപ്പോൾ സുഹൃത്തുക്കളെ, അടുത്ത സന്ദർശനത്തിലേക്കായ നമ്മുടെ തറവാട്ടിലേക്ക് പോവാണ്. തറവാട്ടിൽ നമ്മളെ അനിയനാണ്. വെരി ഗുഡ്. അപ്പോൾ അനിയൻ്റെ അടുത്ത് തന്നെ ഞാനും താമസം. അപ്പോൾ 4ാമത്തെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. 4ാമത്തെ അല്ല, അതായത് 5ാമത്തെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. 5, 6, 7, 8, 9, 10 മൊത്തം. ഹായ് മിസ്റ്റർ പ്രസാദ്. ഇത് നമ്മളെ വേറൊരു അയൽവാസിയാണ് മിസ്റ്റർ പ്രസാദ്. ഇത് മുബാറക്. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ. ഹായ് ഹായ്. ഇത് മുബാറക്. എവിടെ ഒരാളും കൂടിയിട്ടല്ല പയ്യ കിട്ടി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, നടക്കുകയാണ്. നമ്മളിങ്ങനെ നടക്കേട്ടാ. പോട്ടെ. തറവാട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി തറവാട്ടിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഹായ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ ഒരു 3 കുളമുണ്ട്. ഇതൊരു കുളമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നിങ്ങൾ കുളിച്ചിരുന്ന കുളട്ടാ. പാടത്തെ കുളം എന്ന് പറയും. മാക്സിമം 100 വർഷത്തിനെക്കാട്ടിയും കൂടുതൽ പഴക്കമുള്ള കുളമാണ്. ഇപ്പോൾ കൈവേരികളൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുളത്തിലാരും കുളിക്കാനില്ല. ഇപ്പോൾ ബാത്റൂമിൽ നിന്ന് കുളിക്കാൻ തന്നെ നേരമില്ല ആൾക്കാർക്ക്. വായോ, ബാബാ മുമ്പ. ഇതാണ് നമ്മളിവിടുത്തെ പാടശേഖരങ്ങൾ. ഇവിടെയൊക്കെ നെല്ല് കൃഷിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. എല്ലായിടത്തും വീട് വന്നു. അവിടെയൊക്കെ നെൽകൃഷി ഉണ്ടായിരുന്നു. ആ കണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഫുട്ബോൾ കളിക്കും വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ. പണ്ട് കാലങ്ങളിൽ 50 കൊല്ലം മുപ്പിട്ടൊക്കെ ഞാറ് നട്ടിരുന്ന കണ്ടാണ്. അതിൽ ഞാറ് ഇടും, വിത്ത് വിതക്കും. അതിൽ നിന്നാണ് എല്ലാ സ്ഥലത്തേക്കും ഞാറ് പറിച്ച് കൊണ്ടുപോയിട്ട് എല്ലാ സ്ഥലത്തും നടൽ. അങ്ങനെയാണ് നെല്ലുണ്ടാക്കൽ. പ്രാവിനാട്ടാനൊക്കെ ഞാൻ ഇരുന്നിക്കണ് അന്ന്. 50 പൈസക്ക് കിട്ടും. അപ്പം അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് എനിക്കൊരു 5 വയസ്സ് 6 വയസ്സൊക്കെ ഉണ്ടാവും. ഇപ്പം എനിക്ക് 56 വയസ്സായി.